നമസ്കാരം. ജ്യോതിഷം അനുസരിച്ച് ഓരോ ഗ്രഹവും അതിൻ്റെ നിശ്ചിത സമയത്ത് രാശി മാറുന്നതാകുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെ ബാധിക്കുന്ന പല അശുഭകരവും അതേപോലെ ശുഭകരവുമായ കാര്യങ്ങൾ മറ്റ് ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് രൂപം കൊള്ളുന്നതാകുന്നു. വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചൊവ്വ അതിൻ്റെ ഉച്ചരാശിയായ മകരത്തിലേക്ക് പ്രവേശിക്കുന്നതാകുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ രുജക് രാജയോഗം രൂപപ്പെടുന്നു എന്നതാണ് വാസ്തവം. ഇത് എല്ലാ 12 രാശിക്കാരുടെയും ജീവിതത്തെ ബാധിക്കും എങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട പ്രഭാവം 3 രാശികളിലാണ് വന്നു ചേരുക. ഈ രാശിക്കാർക്ക് എന്താണ് സംഭവിക്കുക, രാജയോഗം മൂലം ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പറയുന്നത് മേടം രാശിയാകുന്നു. ചൊവ്വ മകരം രാശിയിൽ പ്രവേശിക്കുന്നത് മൂലം രൂപപ്പെടുന്ന രുജക് രാജയോഗം മേടം രാശിക്കാർക്ക് ഏറെ ഗുണകരമായി മാറും എന്നതാണ് വാസ്തവം. കാരണം മേടം രാശിയുടെ അധിപൻ ചൊവ്വയാണ്. ഈ രാശിയുടെ 10ാം ഭാവത്തിൽ ചൊവ്വ സംക്രമിക്കാൻ പോവുകയുമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ജോലിയിലും അതേപോലെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ അഥവാ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതാകുന്നു. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരും. ജോലിയുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്ന ഒരു സമയമാണ് ഇത്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ നേട്ടങ്ങളോടൊപ്പം സന്തോഷവും കടന്ന് വരുന്നതാകുന്നു. പ്രൊഫഷണൽ ജീവിതത്തിൽ വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങളാണ് വന്നു ചേരുക. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പണം സമ്പാദിക്കാനുള്ള നല്ല അവസരങ്ങൾ വന്ന് ചേരുകയും ചെയ്യും. അവരുടെ ജീവിതത്തിലേക്ക് പല വഴികളിലൂടെ ധനം വന്ന് ചേരും എന്ന കാര്യവും ഓർക്കുക. തൊഴിൽ രഹിതരാണ് എങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് മികച്ച തൊഴിൽ അവസരങ്ങൾ ലഭിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് ഈ സമയം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങൾ നടത്തുന്നത് ഏറ്റവും ശുഭകരം തന്നെയാണ് എന്ന് പറയാം. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള അവസരങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയം തന്നെയാണ് ഇത്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലാഭം വന്നു ചേരും. റിയൽ എസ്റ്റേറ്റ് അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അതിനാൽ ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം നിങ്ങളിലേക്ക് ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ മനസമാധാനവും ജീവിതത്തിൽ ഐക്യവും പ്രധാനമായും കുടുംബത്തിൽ ഐക്യവും വന്ന് ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ഈ സമയം അനുകൂലം തന്നെയാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഉയർച്ച വളരെ വേഗത്തിൽ തന്നെയാണ്. മറ്റൊരു രാശിയായി പറയുന്നത് ഇടവം രാശിയാകുന്നു. ജ്യോതിഷപ്രകാരം രുജക് രാജയോഗം ഇടവം രാശിക്കാർക്ക് ധാരാളം ഗുണകരമായ മാറ്റങ്ങൾ നൽകുക തന്നെ ചെയ്യും. ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ നേട്ടങ്ങൾ തന്നെയാണ് കടന്ന് വരിക. ചൊവ്വ നിങ്ങളുടെ രാശിയുടെ 9ാം ഭാവത്തിൽ സംക്രമിക്കുന്നതാകുന്നു. അതിനാൽ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങളുടെ ഭാഗത്തേക്ക് ഭാഗ്യം വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത്. അതിനാൽ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. നിങ്ങളുടെ ജോലികൾ, നിങ്ങളുടെ കർമ്മമേഖലയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ വിജയങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്ന കാര്യങ്ങളായി മാറും. സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ വർദ്ധിക്കുകയും അതേപോലെ തന്നെ സമ്പത്തും ബഹുമാനവും വർദ്ധിക്കുകയും ചെയ്യുന്ന അവസരങ്ങൾ വന്ന് ചേരുന്നതുമാണ്. ഈ കാലയളവിൽ നിങ്ങൾക്ക് പ്രധാനമായും നിങ്ങളുടെ വിശേഷപ്പെട്ട വ്യക്തികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും
നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും വീട്ടിൽ നിന്നും പിന്തുണകൾ ലഭിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം പകരുന്ന കാര്യമാണ് എന്ന് തന്നെ പറയാം. പല ആഗ്രഹങ്ങളും ഈ സമയം നിറവേറ്റപ്പെടുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ജോലിയുമായി ബന്ധപ്പെട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് യാത്രകൾ ചെയ്യേണ്ടതായി അവസരങ്ങൾ വന്നു ചേരും. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വിജയങ്ങൾ സമ്മാനിക്കുന്ന കാര്യങ്ങളായി മാറും. അതിനാൽ ഈ സമയം വിദേശവുമായി ബന്ധപ്പെട്ട് പോലും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പഠിക്കാനും അതേപോലെ തന്നെ ജോലി അവസരങ്ങൾക്കും ഏറ്റവും ശുഭകരം തന്നെയാണ് ഈ സമയം വിദേശത്തേക്കുള്ള യാത്രകൾ. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ തന്നെ വന്നു ചേരും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ തന്നെ വന്ന് ചേരുന്നതാകുന്നു. അവസാന രാശിയായി പറയുന്നത് തുലാം രാശിയാകുന്നു. തുലാം രാശിക്കാർക്ക് രുചക് രാജയോഗം അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുക എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. ചൊവ്വ നിങ്ങളുടെ സംക്രമ ജാതകത്തിന്റെ 4-ാം ഭാവത്തിലാണ് എന്ന കാര്യം ഓർക്കുക. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലാ ഭൗതികരമായ സുഖങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. മറ്റുള്ള സമയങ്ങളെ അപേക്ഷിച്ച് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട സമയമായി മാറും. ഈ സമയത്ത് നിങ്ങൾക്ക് വാഹനത്തിൻ്റെയും സ്വത്തിൻ്റെയും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. വാഹനങ്ങൾ സ്വന്തമാക്കുവാനും സ്വത്ത് നിങ്ങൾക്ക് ലഭിക്കുവാനും അതേപോലെ തന്നെ സ്വത്തുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ ലാഭങ്ങൾ വന്നു ചേരുവാനും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഇത്. ചൊവ്വയുടെ സംക്രമണം പൂർവ്വ സ്വത്തിൽ നിന്നും നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതാകുന്നു. അഥവാ ആദായം നൽകുന്ന അവസരങ്ങൾ വന്നു ചേരും. വസ്തുവകകളും ഭൂമിയുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നതിലൂടെ ഈ സമയം നിങ്ങൾക്ക് അല്പം ലാഭങ്ങൾ വർദ്ധിക്കുന്നതാകുന്നു. ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അംഗീകാരങ്ങൾ വർദ്ധിക്കുന്ന സമയം കൂടിയാണ് എന്ന് തന്നെ പറയാം. പൊതുവെ ഈ സമയം കലഹങ്ങൾ അല്പം കുറയുന്ന സമയം കൂടിയാണ്. അതിനാൽ ഈ സമയം മനസ്സമാധാനം ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. തൊഴിൽ രംഗത്ത് വളരെയധികം പുരോഗതി ലഭിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വിദേശത്തേക്കോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെയോ ജോലി സ്വന്തമാക്കുവാൻ, ഉയർന്ന ജോലി തന്നെ സ്വന്തമാക്കുവാൻ സാധ്യത കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരമാണ് എന്നുകൂടി മനസ്സിലാക്കുക.